ഇതുവരെ സിനിമ താരത്തിയില്ലല്ലോ. ഞങ്ങള് തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് രജനീകാന്ത് കൃത്യസമയത്ത് തന്നെ എത്തണമല്ലോ. സത്യം പറ, മിസ്റ്റർ രജനീകാന്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോന്നോ? ഇതെന്ത് ചോദ്യം? നമ്മളെ സിനിമയിൽ എപ്പോഴും കാണുന്നതല്ലേ. സിനിമയില്ല. എന്നിട്ടാണോ മിസ്റ്റർ രജനീകാന്ത് ഉദ്ഘാടനം ചെയ്യുന്ന താൻ മൈക്കിൽ കൂടെ പുളുത്തിയത്? സത്യം ഞാൻ പറയാം. കോടാമ്പക്കത്തെ സിനിമാ സ്റ്റുഡിയോയുടെ മുമ്പിൽ ആക്രി കച്ചവടം നടത്തുന്ന കുറവലങ്ങാട്ടുകാരൻ കുഞ്ഞപ്പൻ എന്നൊരാളുണ്ട്. അവന്റെ സ്നേഹിതന്റെ അമ്മാവന്റെ മൂത്ത മരുമകന്റെ മകനാണ് കൊണ്ടുവരാൻ നേട്ടത്. വരാതിരിക്കില്ല. ഈശ്വര, അപ്പൊ അടി ഉറപ്പായി. ഓപ്പണിംഗും ക്ലോസിംഗ് ഇന്ന് തന്നെയാവോ മുതലാളി? ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജനീകാന്തിന് ഞാൻ കൊണ്ടുവരുമായിരുന്നു. രജനീകാന്തിന്റെ വാൾപോസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് കൊണ്ടുവരാൻ സമയമാകുമ്പോ ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യാൻ മുതലാളി, ഭൂലോക സുന്ദരിയെ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ രജനീകാന്ത്. നമ്മുടെ പ്രിയങ്കരനായ സിനിമാ താരം രജനീകാന്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കാറിൽ നിന്ന് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ജനങ്ങളൊന്ന് മാറി നിൽക്കണം. എല്ലാവരും ഒതുങ്ങി കൊടുക്കണം. എല്ലാവരും ഒന്ന് മാറിക്കൊടുക്കണം. அன்புடைய அரசுக்கு பெருமக்களே வணக்கம். முதல்ல யாரோ வீமில கை வச்சான் சின்னவர்களுக்கு கொடுத்தால் பல பேர்ல ஒன்று அடுப்பு. டே மாணிக்கோ, இது போறக்கண்ணா என்கிட்ட இருந்து 1 வளம் வாங்கினா 100 வளம் வாங்கின மாதிரி. ഇത് നമ്മുടെ വളക്കച്ചവടക്കാരൻ ഭാർഗവനല്ലേ? പ്രശ്നവും പുറകേക്ക് മറിക്കോ. എല്ലാവരും ഒന്ന് ശാന്തരാവണം. രജനീകാന്ത് ഷൂട്ടിങ്ങിന് തിരക്കായത് കൊണ്ട് അദ്ദേഹം ജൂനിയർ രജനീകാന്തിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അഗതികളുടെ രജനീകാന്ത് എന്നാണ്. അതുകൊണ്ട് മിസ്റ്റർ അഗതികാന്താണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം, സഹകരിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആരും ആക്രമാസക്തരാകരുത് പ്ലീസ്. എന്റെ പൊന്നു പഞ്ചായത്ത് പ്രസിഡന്റ്, എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളോട് സമാധാനിപ്പിക്കും. പ്രിയമുള്ളവരെ, ഈ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് പിതാവെന്ന പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇത് നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ ഐസ്ക്രീം പാർലറാണ്. ഐസ്ക്രീം അല്ല, ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലമെന്റ് ആണ്. ഇതിനെ വിജയിപ്പിക്കണം. മാത്രമല്ല അടുത്ത ഇലക്ഷനിൽ എന്നെയും വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജയ് ഹിന്ദ്. ഈ സ്നേഹപ്രകടനം ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മുടെ ഗ്രാമപിതാവിന്റെ തല കമ്പ്യൂട്ടർ കട്ടിംഗ് നടത്തിക്കൊണ്ട് ഭൂലോക സുന്ദരിയുടെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഇരിക്കണം സാർ. മുടിയുടെ നീളം അരയിഞ്ച് കുറഞ്ഞാൽ മതിയോ? ധാരാളം. ഈ ഇലക്ട്രോണിക് ഹൈ പവർ ഹെയർ റിമൂവർ 1/2 മിനിറ്റ് നേരം തലയിൽ വെച്ചാൽ 1/2 ഇഞ്ച് നീളം കുറഞ്ഞു കിട്ടും. 1 മിനിറ്റ് നേരം വെച്ചാൽ 1 ഇഞ്ച് നീളം കുറയും. വല്ല ഷോക്ക് മടിക്കോടോ? ഇല്ല, ഇത് റഷ്യൻ കൊളാബറേഷൻ ആണ് സാർ. ചെറിയൊരു തരിപ്പേ ഉണ്ടാവൂ, ഉറുമ്പ് നക്കുന്ന പോലെ. ഇത് വെച്ച് മുടി വെട്ടിയ പലരുടെ മനോരോഗങ്ങൾ മാറിയിട്ടുണ്ട്, ചിലർക്ക് വന്നിട്ടുണ്ട്. അയ്യോ, എങ്കിൽ ഞാൻ വൈസ് പ്രസിഡന്റിനെ പറഞ്ഞുകൂടാ? അയ്യോ, ഇങ്ങനെ പേടിച്ചാലോ സാർ? 1/2 മിനിറ്റ് അല്ലേ വേണ്ടു? ഈ തടിക്കഷ്ണം സാർ കടിച്ചു പിടിച്ചോളൂ. ഹൈ പവർ വെക്കാൻ പോവാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. ജപ്പാൻജി, കൊല്ലുന്നേ, അടിച്ചു പൊളിക്കടാ.
വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായി അല്ലേ? പാട്ടികളെ ഏതായാലും ഇത്രയും പരിചയമായ സ്ഥിതിക്ക് ജപ്പാൻജിക്ക് ഞാനൊരു കമ്പനി കൊടുക്കാം. കാണിക്കല്ലേ, ബാക്കി വന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്തൂടെ? ബാക്കി വന്നാലല്ലേ, എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞങ്ങളിവിടെ ഇറച്ചി മീനൊന്നും വയ്ക്കാറില്ല, കാരണം ഞാനും ഒന്നും കഴിക്കാറില്ല. ഞാനും അങ്ങനൊന്നും കഴിക്കാറില്ല, പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേയിരിക്കും. അത് കഴിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഏകദേശം എത്ര രൂപ വേണ്ടി വരും? അധികം രൂപയൊന്നും വേണ്ടി വരില്ല, ഒരു 60,000 രൂപ വേണ്ടി വരും. ഈ എയർ കണ്ടീഷൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? അതിലും ഭേദം നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നതാണ്. അല്ല, മുതലാളിക്ക് ഇപ്പൊ 60,000 എന്ന് പറഞ്ഞ വല്ല പ്രശ്നമാണോ? പണം എറിഞ്ഞ പണം തന്നെ പെറുക്കിയെടുത്തൂടെ? അല്ല ജപ്പാൻജി, ഈ ഫ്രിഡ്ജ് എന്തിനാ? പിന്നെ 4 കൂൾ സോഡ കുടിക്കാൻ ഞാൻ ടൗണിൽ പോണോ? ഐസ് ക്യൂബ്സ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും, സ്മോൾ അടിക്കാൻ. അല്ല, മോത്തരിക്കാൻ കസ്റ്റമേഴ്സിന്റെ. അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു. ജപ്പാൻജിയോട് ഞാൻ സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ഇരിക്കുന്ന മുതലാളിയോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടിട്ട് അങ്ങനെ തോന്നി. ശരിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ പല്ല് കുത്തി പോലെ ഇരിക്കും. തന്നെ എന്നെ കണ്ടോ? ഇവിടെ ഒരുത്തൻ ബാർബറെ കുറ്റം പറഞ്ഞിട്ട് ബാർബർ ഷാപ്പ് തുടങ്ങാൻ പോകുന്നു. അയാൾ അവിടെ കിടന്ന് കുരയ്ക്കട്ടെ, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. അത് പട്ടികൾക്കല്ലേ അറിയാവൂ. മുതലാളി, ഞാനും ജപ്പാൻജിയും യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? 2 സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകാമല്ലോ. സൗജന്യ വടിവാരം, സൗജന്യ വടിവാരം, സൗജന്യ വടിവാരം, സൗജന്യ വടിവാരം. ഭൂലോക സുന്ദരിയിൽ കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ. ഭൂലോക സുന്ദരിയിൽ കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ. കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ, ഭൂലോക സുന്ദരിയിൽ. കട്ടിംഗ് ഫ്രീ, ഷേവിംഗ് ഫ്രീ, ഭൂലോക സുന്ദരിയിൽ. മീശ പഠിച്ചാൽ താടിവടി ഫ്രീ. മീശ പഠിച്ചാൽ താടിവടി ഫ്രീ. താടി പഠിച്ചാൽ മീശ വടി ഫ്രീ. താടി പഠിച്ചാൽ മീശ വടി ഫ്രീ. താടി മീശ പഠിച്ചാൽ മുട്ടയടി ഫ്രീ. താടി മീശ പഠിച്ചാൽ മുട്ടയടി ഫ്രീ. ഫ്രീ 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 ഫ്രീ. അവന്മാര് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. എന്ത്? അല്ല, നമ്മുടെ നാട്ടുകാർ ഇത്രക്ക് വൃത്തികെട്ടന്മാരാണോ? ഒരു പെണ്ണ് വരുന്നെന്ന് കേട്ടപ്പോ തന്നെ വായു വലിച്ചു കിടന്നിരുന്ന കിളവന്മാര് വരെ കുടിക്കാൻ പിടിച്ച് ക്യൂലോ നിൽക്കുകയാണ് കാശുമായിട്ട്. വനിതാ കണ്ടക്ടർ, വനിതാ പോലീസ്, വനിതാ ആട്ടോ ഡ്രൈവർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വനിതാ ബാർബറ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഗ്രാമത്തിന്റെ പൾസറിഞ്ഞാൻ അവൻ കളിച്ചലോടെ സോലേ. അവനൊക്കെ ആരാണെന്ന് നോക്കിയേ. പോടോ നായർ സാർ, ക്യൂയിൽ പോയി നിൽക്കണോ? ഇങ്ങോട്ട് വാ. തനിക്കെന്താ ഈ ക്യൂ ഇക്കാര്യം? എങ്ങനെയെങ്കിലും ശത്രുപാളയത്തിൽ നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന് കരുതിയ ചാരപ്പണിയാണല്ലേ? യുദ്ധരംഗത്ത് മാത്രമുള്ള ഒരു പട്ടാള തന്ത്രമാണ് ഞാൻ പ്രയോഗിച്ചത്. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയുമില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ഈ മാർച്ചിങ് ശരിയല്ല. എന്ത്? പ്രിയപ്പെട്ട നാട്ടുകാരെ, കേശാലങ്കാർ രംഗത്തെ രോമാഞ്ച കന്യക ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. നിങ്ങളുടെ ജടപിടിച്ച താടിയും കാടുപിടിച്ച മുടിയും വെട്ടിത്തെളിക്കാൻ ത്രിലോക സുന്ദരി രംഗത്ത്. ആയിരക്കണക്കിന് സിനിമാ നടികളുടെ പേഴ്സണൽ ലേഡി ബാർബറായ ത്രിലോക സുന്ദരി ഇതാ വരുന്നു. ഭൂലോക സുന്ദരിയെ പരാജയപ്പെടുത്താൻ ഇതാ ത്രിലോക സുന്ദരി. കൈയടിക്കൂ സുഹൃത്തുക്കളെ, കൈയടിക്കൂ. ത്രിലോകസുന്ദരി തന്നെ, സംശയമില്ല. പക്ഷെ ശത്രുവാണെന്ന കാര്യം മറക്കണ്ട. ശത്രുവിനെയും സ്നേഹിക്കണമെന്നല്ലേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്? നമ്മളെ മൈൻഡ് ചെയ്യണ ചേച്ചി. എല്ലാവരെയും പഠിച്ചിട്ട് പങ്കജാക്കി അവിടുന്ന് പോകും. പേര് ടോക്കൺ നമ്പർ അനുസരിച്ച് വിളിക്കുന്നതാണ്. എന്റെ ദൈവമേ, മോളാ ഞങ്ങളുടെ മാനം രക്ഷിച്ചേ.
കൊച്ചച്ഛൻ എന്താ ഈ പറയുന്നേ? നമ്മുടെ കുടുംബക്കാരെ ഒരുത്തം തോൽപ്പിക്കാൻ നോക്കിയാൽ എനിക്ക് അവിടെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ചക്ര വന്ന് വിവരം പറഞ്ഞോടനെ 1 മാസത്തേക്ക് ഷോപ്പ് അടച്ചിട്ട് ഞാൻ ഇങ്ങ് പോന്നു. ദൈവമേ, പങ്കജാക്ഷി കുലത്തൊഴിൽ പഠിച്ചത് കൊണ്ട് ഗുണം കിട്ടിയത് ഞങ്ങൾക്കാ. എന്റെ പൊന്നും കൊച്ചച്ഛ, വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഡ്യൂട്ടീസ് ഫസ്റ്റ്. ഓക്കെ, കൊച്ചച്ഛൻ കാശ് വാങ്ങാൻ മാത്രം ഇരുന്നാ മതി, ചക്രു എന്നെ ഹെൽപ്പ് ചെയ്യാനും. ഓക്കെ ചക്രു, വിളിച്ചോളൂ. ടോക്കൺ നമ്പർ 1. നീയോ? എന്താ എനിക്ക് രോഗം വളരൂലേ? എടാ, ഇതെന്റെ വല്യച്ഛന്റെ മോളാണ്, ഈക്വൽ ടു മൈ സിസ്റ്റർ. പക്ഷെ എന്റെ വെളിച്ചന്റെ മോളല്ലോ, അതുകൊണ്ട് മൈനസ് ടു മൈനസ്. ചക്രു, വേണ്ട. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പിന്നെ കട്ടിംഗ് ഷേവിംഗ് ഷേവിംഗ് തന്നെ ആയിക്കോട്ടെ, മുറിയാതെ താടിക്ക് പിടിച്ച് വളരെ സമയം എടുത്ത് ചെയ്തോളൂ. ശരി. പറയൂ. പിന്നെ മൂക്കിൽ 2 രോമുണ്ട്, അതും വെട്ടണം. വല്ലാത്ത ശ്വാസം ഉണ്ടാവാറുണ്ട്. ക്ലബിലോട്ട് വാ. ബ്രഷ് ചെയ്യാനേ ഫേസ്. ഓക്കെ, റെഡി. എടുത്തോണേ. സന്യാസിനി ഓ നീയായിരുന്നു. ഞാൻ വിചാരിച്ചതോ പട്ടി ഓരിയിടുകയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? സംഗീതബോധമില്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. ഈ പ്രേമം എന്ന് പറയുന്നത് നിനക്ക് പറഞ്ഞിട്ടുള്ള വികാരമല്ല. അയ്യേ, ജപ്പാൻജി ഒന്ന് മനസ്സിലാക്കണം. ഒരു പുരുഷന്റെ സൗന്ദര്യം അവന്റെ ആരോഗ്യത്തിലല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും പവർ മാൾട്ട് നിന്ന് മസിൽ പിടിച്ച് നടക്കുന്നതിന്റെ പുറകെ പോകണ്ടേ? പുരുഷന്റെ സൗന്ദര്യം അവന്റെ പൗരുഷത്തിലാണ്. നീ പൗരുഷം എന്ന് ഉദ്ദേശിച്ചത് ഈ അസ്ഥിപഞ്ജരത്തിന്റെ ഏത് ഭാഗത്ത് വരും? ഈ മുഖത്ത് നോക്കിയിട്ട് എന്ത് തോന്നുന്നു? ഭയം തോന്നുന്നു. ചിരിച്ചപ്പോ കാക്ക തേങ്ങാപ്പൂള് കൊത്തിക്കൊണ്ടുപോകുന്ന പോലെ തോന്നി. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. ഐ ആം എ സോൾജർ. എടോ ഉണക്കപ്പട്ടാളം, പങ്ക് ഇപ്പൊ എനിക്കുള്ളതാണ്. എല്ലാവരും നിമിത്തമാണെന്ന് ഞാൻ പറയൂ. അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. അവൾ എന്റേതാണ്, എന്റേത് മാത്രം, എന്റേത് മാത്രം. അയ്യോ, ആരെങ്കിലും കണ്ട? അതിനാ ഈ മുഖം മൂടി. ഇപ്പൊ എന്തിനാ വന്നേ? ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ. ഇനി ഇതോട്ടുണ്ടാ ഡെയിലി തന്നെ കാണാൻ വരാൻ പോണേ. ജപ്പാനാ. പൊക്കോ. ആരോ തേങ്ങ ഇട്ടല്ലോ. ഇന്നവനെ കയ്യോടെ പിടിച്ചിട്ട് എന്നെ കാര്യം. ജപ്പാൻജി ഇങ്ങനെ അവിടെ പോയി കിടക്കുക. ആരാ? ഓ, ഇയാളെന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? ഉറക്കത്തേക്ക് നടന്നോ? ഇനി തെങ്ങാന്ന് വീണതായിരിക്കോ? മുണ്ടി കൂടെ മൂത്രം വെച്ചോ? എന്താ ഇവനോ? ആരടാ ഇതൊക്കെ നനഞ്ഞത്? അവന് രാത്രിയിൽ എവിടെ പോയി? ചേട്ടാ, മൂത്രം ഒഴിക്കാൻ അകത്ത് സ്ഥലമുണ്ടല്ലോ. ഞാൻ ഈ അകത്ത് ചൂടെടുത്തിട്ട് മുഖംമൂടി ഇട്ടോണ്ട് പുറത്ത് നിന്നതാ. എന്നിട്ട് ചൂട് കുറഞ്ഞോ? അല്പക്കുറവുണ്ട്. അച്ഛന് വേണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കല്യാണത്തിന് മുമ്പ് വല്ല വേണ്ടാതിനും ആ പെങ്കൊച്ചിനോട് കാണിച്ചാൽ കൊന്നുകളെ ഞാൻ. അച്ഛനിപ്പോ പ്രേമത്തിനെതിരായോ? കയറിപ്പോടാത്ത ഒരുമാതിരി മന്ത്രിമാരുടെ ഏർപ്പാടാ. ഇതെന്താ അച്ഛനും മോനും കൂടി പാതിരാക്കി?
എടി ചക്രവാണി എന്റെ മോൻ തന്നെയാടി. എന്താണോ ഇപ്പോഴിങ്ങനെ തോന്നാൻ? അവൻ വേലി ചാടി തുടങ്ങിയടി. എടി നിന്നെ കാണാൻ ഞാൻ എത്ര വേലി ചാടിയിട്ടുള്ളതാ. അതിനേക്കാൾ ഉയരത്തിലാടി അവനിപ്പ ചാടുന്നത്. അവൻ എന്റെ സകല റെക്കോർഡുകളും തിരുത്തിയടി. വന്നിരുന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല് വാ.